അടുത്തത് അദ്ദേഹത്തിന്റെ കാവ്യ ജീവിതം. അദ്ദേഹത്തിന്റെ പ്രൊഫൈല്, അദ്ദേഹം എന്ന് ജനിച്ചു, ആരുടെ മകനാണ്, എവിടെ ജനിച്ചു, ഭാര്യ ആരാണ്, അദ്ദേഹത്തിന്റെ പഠനം എന്തായിരുന്നു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി കാവ്യ ജീവിതം. കാവ്യ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് അദ്ദേഹം ഏതൊക്കെ രീതിയിലാണ് എഴുതിയത്, എന്തൊക്കെ ഇതിവൃത്തങ്ങളാണ്, എന്തൊക്കെ പ്രമേയങ്ങളാണ് അദ്ദേഹം സ്വീകരിച്ചത്, അദ്ദേഹത്തിന്റെ കവിതകളുടെ പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ എന്താണ്, ഇത്തരം കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കാവ്യ ജീവിതം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വിശേഷണമാണ്. എന്താണ്? ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവി. അദ്ദേഹത്തെ പലരും അങ്ങനെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ കവി എന്നൊക്കെ അദ്ദേഹത്തെ പലരും വിളിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിയാണ് ആര്? വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. നിങ്ങൾ ആരും മാറിയിട്ട് വൈലോ പള്ളി എന്നൊന്നും പറഞ്ഞു പോകരുത് കേട്ടോ. വൈലോപ്പിള്ളി, പിള്ളി അവസാനത്തെ രണ്ടക്ഷരത്തിന് വള്ളി, അവസാനത്തെ രണ്ടക്ഷരത്തിന് വള്ളി. കാരണം ഇത് ഡിഗ്രിക്ക് പഠിക്കുന്ന ചില കുട്ടികളുടെയൊക്കെ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ പല തമാശകൾ ഉണ്ടാവാറുണ്ട്. വയലോ പള്ളി ഉണ്ടാവാറുണ്ട്, അമ്പ ഉണ്ടാവാറുണ്ട്, ചർച്ച ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ഉണ്ടായിക്കൂടാ. വയലോ പള്ളിയാണ് നമ്മൾ പറഞ്ഞു സസ്യശാസ്ത്രത്തിൽ ബിരുദെടുത്ത കവിയാണ്. അതുപോലെ ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവി. ഞാൻ നേരത്തെ പറഞ്ഞു ശ്രീ എന്നതായിരുന്നു എന്ത്? അദ്ദേഹത്തിന്റെ തൂലികാനാമം. ശ്രീ എന്ന തൂലികാനാമത്തിൽ എഴുതിയ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. പിന്നെ അദ്ദേഹം ജനിച്ചു വളരുന്ന ഒരു കാലം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ പരിശോധിക്കുമ്പോൾ ആദ്യ കവിതാ സമാഹാരമായ കന്നിക്കൊയ്ത്ത് അത് പുറത്തിറങ്ങുന്നത് 1947 1947 ഏത് വർഷം മറക്കൂല, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ് അല്ലെ. 1947 അദ്ദേഹം എന്താകുന്നത്? ഈ ഒരു കന്നിക്കൊയ്ത്ത് എന്ന് പറയുന്ന കൃതി രചിക്കുന്നത്. ഇത് പറയുന്നത് അദ്ദേഹത്തിന്റെ യൗവനകാലം എന്നൊക്കെ പറയുന്നത് 2 ലോക മഹായുദ്ധങ്ങൾ കഴിഞ്ഞ് അതിന്റെ അശാന്തതയില് ചുറ്റിലും വളരെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എന്ത് വൈലോപ്പിള്ളി തന്റെ യൗവനകാലം ചെലവഴിക്കുന്നത്. ഓക്കെ, വൈലോപ്പിള്ളി അദ്ദേഹത്തിന്റെ യൗവനകാലം ചെലവഴിക്കുന്നത്. അതാണ് അടുത്ത പോയിന്റ്. ലോകമഹായുദ്ധങ്ങളെ തുടർന്നുള്ള അശാന്തമായ അന്തരീക്ഷത്തിലാണ് എന്ത് വൈലോപ്പിള്ളി അദ്ദേഹത്തിന്റെ യൗവനകാലം ചെലവഴിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ ഒരുപാട് അനുഭവങ്ങൾ പിന്നീട് അദ്ദേഹം കവിതയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മനുഷ്യന് പട്ടിണി, വിശപ്പ്, ദാരിദ്ര്യം, ഇല്ലായ്മകളുടെ ധാരാളം കഥകൾ, ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറാനുള്ള ഒരു ശക്തി, ഇതൊക്കെ എന്താണ് വൈലോപ്പിള്ളിയുടെ കവിതയുടെ ഉള്ളിൽ ആന്തരികാർത്ഥങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി കാൽപ്പനികതയും റിയലിസവും സമന്വയിപ്പിച്ച രചനാരീതി. എന്താണ് കാൽപ്പനികത, എന്താണ് റിയലിസം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. എന്നിരുന്നാൽ കൂടി നമ്മുടെ ക്ലാസിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു ചെറിയ ഒരു വിശദീകരണം നമുക്കിപ്പോ പറയാം. പ്രത്യേകിച്ച് മലയാള കവിതാ സാഹിത്യ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ വ്യത്യസ്ത ഘട്ടങ്ങൾ കാണാൻ സാധിക്കും, വ്യത്യസ്ത ശാഖകൾ കാണാൻ സാധിക്കും. അതിലൊന്നാണ് വെൺമണിക്കളരി. വെൺമണിക്കളരി വെൺമണിക്കളരി അല്ലെങ്കിൽ ഇതിനെ കൊടുങ്ങല്ലൂർ കളരി എന്നും പറയും. അതായത് ഇവിടെ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് അവരിങ്ങനെ തമാശകൾ പറഞ്ഞ് ജോക്കുകൾ പറഞ്ഞ് ആ ചുറ്റിലും കാണുന്നതിനൊക്കെ കുറിച്ച് ഇങ്ങനെ വിനോദപരമായി പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിനെയാണ് വെൺമണിക്കളരി എന്ന് പറയുന്നത്. ഇവർക്ക് ഗഹനമായ പ്രമേയങ്ങളോ അല്ലെങ്കിൽ ചുറ്റിലും നടക്കുന്ന പ്രശ്നങ്ങളോ ഒന്നും ഇവരുടെ കവിതയ്ക്ക് വിഷയമായില്ല. ഇവർക്ക് കവിത എന്ന് പറയുന്ന ഉല്ലാസത്തിനുള്ള ഉന്മാദത്തിനുള്ള വഴികളായിരുന്നു. അവര് കവിതയെ കൊണ്ട് വെറുതെ ഒരു ഉല്ലാസം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു വെൺമണിക്കളരി. അപ്പൊ അതൊരു കവിതയുടെ ഘട്ടമാണ്. കവിതയെ ഒരു വിനോദോപാധിയായി കാണുന്ന ഒരു ഘട്ടം. പിന്നീട് അതിന്റെ ഇടയിലും മുമ്പും പിമ്പൊക്കെ ആയിട്ട് ക്ലാസിസം വരുന്നുണ്ട്, നിയോ ക്ലാസിസം വരുന്നുണ്ട്. അതിനൊക്കെ ശേഷമാണ് കാൽപ്പനികത എന്ന് പറയുന്ന ഒരു സംഭവം മലയാളത്തിൽ വരുന്നത്. കാൽപ്പനികത, റൊമാൻറ്റിസിസം. അപ്പൊ അതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് എഴുത്തുകാരുണ്ട്, കുറച്ച് ആളുകളുണ്ട്. അതാരാണ്? ഒന്ന് 1985
1985. ഏതാ വർഷം? ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് കാൽപ്പനിക പ്രസ്ഥാനത്തെ കുറിച്ചാണ്. മലയാള കാൽപ്പനിക സാഹിത്യ ചരിത്രം തുടങ്ങുന്നത് കവിതയെ സംബന്ധിച്ച് 1885 എന്ന വർഷത്തിൽ മലയവിലാസം എന്നൊരു കവിത, എന്താണ് കവിതന്റെ പേര്? 1885 മലയവിലാസം എന്ന ഒരു കവിത എഴുതിയ ആളെ പേര് AR രാജരാജവർമ്മ. ഇയാളെ നിങ്ങൾക്ക് അറിയുന്ന ആളാവും, അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ സാഹിത്യം പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് AR രാജരാജവർമ്മ എന്ന് പറയുന്നത്. കേരള പാണിനി എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു കൃതി എഴുതിയ വ്യക്തിയാണ്. ഇയാളെ ചുരുക്കപ്പേരാണ് കേരള പാണിനി എന്ന് പറയുന്നത്. കേരള പാണിനി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇദ്ദേഹം തമിഴ്നാട്ടിലെ തിരുനെൽവേലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ട്രെയിൻ വഴി, തീവണ്ടി വഴി കേരളത്തിലോട്ട് വരുമ്പോ സഹ്യപർവ്വതം ഇങ്ങനെ തല ഉയർത്തി നിൽക്കുക. ഈ കാഴ്ച കാണുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ചില കാര്യങ്ങളൊക്കെ വരിക. ഈ കടന്നു വന്ന കാര്യങ്ങളെ അദ്ദേഹം അപ്പോൾ തന്നെ ഒരു ഡയറി എടുത്ത് ഒരു കവിത രൂപത്തിൽ എഴുതി വെച്ചു. ഈ എഴുതി വെച്ച കവിതയുടെ പേരാണ് മലയവിലാസം. അദ്ദേഹം വളരെ നാച്ചുറലായി അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാവനാശക്തി വെച്ച് ഒരു കവിത എഴുതി. പക്ഷേ പിന്നീട് മലയാളത്തിലെ കാൽപ്പനിക പ്രസ്ഥാനം തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് വന്ന 2 കവിതകളിൽ ഒന്നായി ഈ മലയവിലാസം മാറുകയുണ്ടായി. എന്താണ് പറഞ്ഞത്? 1885 AR രാജരാജവർമ്മ എന്ന് പറയുന്നയാൾ, കേരള പാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നും കേരളത്തിലോട്ട് ട്രെയിൻ വഴി വരുമ്പോ സഹ്യപർവ്വതത്തെ, തല ഉയർത്തി നിൽക്കുന്ന സഹ്യപർവ്വതത്തെ കാണുകയും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ചില ആശയങ്ങളൊക്കെ കടന്നു വരികയും ആ ആശയങ്ങൾ ഭാവനാപരമായ ഒരു എന്റെ ഡയറിയിൽ ഒരു കവിത രൂപത്തിൽ എഴുതി വെക്കുകയും ചെയ്തു. ആ കവിതയുടെ പേരാണ് മലയവിലാസം. മലയാളത്തിലെ പ്രീ റൊമാൻറ്റിക് കാവ്യം എന്നറിയപ്പെടുന്ന 2 കാവ്യങ്ങളിൽ, മലയാളത്തിലെ പൂർവ്വ കാൽപ്പനിക കാവ്യം, അതായത് പ്രീ റൊമാൻറ്റിക് കാവ്യം എന്നറിയപ്പെടുന്ന 2 കവിതകളിൽ ഒന്നാണ് ഇത് മലയവിലാസം. മറ്റൊന്ന് 1903 VC ബാലകൃഷ്ണ പണിക്കർ, 1903 VC ബാലകൃഷ്ണ പണിക്കർ എഴുതിയ ഒരു വിലാപമാണ്. തന്റെ ഭാര്യ വിട്ടുപിരിഞ്ഞതിനെ കുറിച്ച് വളരെ തത്വചിന്താപരമായി മരണത്തെയും ജീവിതത്തെയും വേർപാടിനെയും വിടപറയലിനെയും ഒക്കെ വളരെ തത്വചിന്താപരമായി അവതരിപ്പിക്കുന്ന VC ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപം. ഇത് രണ്ടുമാണ് എന്ത് മലയാളത്തിലെ പ്രീ റൊമാൻറ്റിക് കാവ്യങ്ങളായി അടയാളപ്പെടുത്തുന്നത്, കണക്കാക്കുന്നത്. അതായത് നമ്മൾ വൈലോപ്പിള്ളിയുടെ കാവ്യ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ കാൽപ്പനികമായ ഒരു കാവ്യലോകം, അതായത് കാൽപ്പനികത എന്ന് പറഞ്ഞാൽ എന്താ? കാൽപ്പനികത എന്ന് പറഞ്ഞാൽ ഒരു വേണമെങ്കിൽ നമുക്ക് റിയലിസത്തിന് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറയാം. അതായത് അവർ ഈ ചുറ്റുഭാഗമുള്ള പ്രശ്നങ്ങളെ ഒക്കെ അഡ്രസ് ചെയ്യുന്നതിന് പകരം ഈ ലോകത്തെ വളരെ സുന്ദരമായി ഭാവനാത്മകമായി അടയാളപ്പെടുത്തുന്ന ഒരു രീതിയാണ് കാൽപ്പനികത എന്ന് പറയുന്നത്. അതായത് നമുക്ക് റൊമാൻസ് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കില്ല. അതായത് ചുറ്റുഭാഗത്തെ ഒക്കെ മറികടന്ന് അതിനെയൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ എന്താവാണ് ഈ ലോകത്തെ വളരെ സുന്ദരമായി നോക്കിക്കാണുകയാണ്. അതിന്റെ ആസ്വാദ്യകരമായ തലങ്ങളെ മാത്രം അവതരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് കാൽപ്പനിക പ്രസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ റിയലിസം എന്ന് പറഞ്ഞാൽ ഈ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണാനൊന്നും അവർക്ക് പറ്റുന്നില്ല. അവർക്ക് ചുറ്റിലും അസ്വസ്ഥമായ ഒരു അന്തരീക്ഷമാണ്. ഈ ഒരു അന്തരീക്ഷത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അപ്പടി വിവരിക്കുന്ന, അപ്പടി അവതരിപ്പിക്കുന്ന, ആവിഷ്കരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് റിയലിസം എന്ന് പറയുന്നത്. വളരെ ലളിതമായ ഒരു വിശദീകരണമാണിത്. നിങ്ങൾ ഇതിന്റെ ഡെപ്തിലേക്ക് പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ കാൽപ്പനികതയും, അതായത് നമ്മൾ വളരെ സൗന്ദര്യാത്മകമായി അവതരിപ്പിക്കുന്ന ഒരു രീതി, റിയലിസം അതായത്
നേർക്കുനേർന്നൊക്കെ പറയൂലേ, പച്ചയായ രീതിയിൽ അവതരിപ്പിക്കുന്ന രീതി. നമ്മൾ വൈലോപ്പിള്ളിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണ് ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവി. അപ്പൊ വള്ളത്തോളിന്റെ കവിതയെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ശൈലിയെ കുറിച്ച് പറയുമ്പോൾ ഈ കാൽപ്പനികതയും റിയലിസവും സമന്വയിപ്പിച്ച രീതിയിലാണ് ആര് കവിത എഴുതിയത്? വൈലോപ്പിള്ളി ശ്രീധര മേനോൻ കവിത എഴുതിയത്. മനസ്സിലായോ? അതുപോലെ ജയപരാജയങ്ങളും യാഥാർത്ഥ്യ ബോധവും. കാൽപ്പനിക കവികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരാശ താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട് കാൽപ്പനിക കവികളുടെ കൂട്ടത്തിൽ. പിന്നെ ഇങ്ങനെ ഭ്രാന്തായി പാടി നടന്ന കുറെ ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് തന്റെ പ്രേമ നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്ത ഒരാളാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള. അതുപോലെ പ്രണയത്തെയും ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ വശങ്ങളെ കുറിച്ചൊക്കെ ആകുലപ്പെട്ട് പാടി നടന്ന ഒരാളാണ് ചങ്ങമ്പുഴ എന്ന് പറയുന്നത്. അവരുടെ കവിതകളൊക്കെ നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അപ്പൊ എന്താണ്, ഈ വൈലോപ്പിള്ളിക്ക് ഇങ്ങനെ വലിയ നിരാശബോധമൊന്നുമില്ല. അദ്ദേഹം ചുറ്റുപാടിലുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് അവയൊക്കെ സമന്വയിപ്പിച്ച് ജയത്തോടൊപ്പം തന്നെ പരാജയവും കയറ്റത്തോടൊപ്പം തന്നെ ഇറക്കവും ഉണ്ട് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് കവിത ഡിസൈൻ ചെയ്ത ആളായിരുന്നു ആര്? ഈ വൈലോപ്പിള്ളി എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു വെൺമണി കളരികളെ കുറിച്ച് പറഞ്ഞു. ഈ വെൺമണി കളരികളൊക്കെ വെറുതെ ഇങ്ങനെ അവസാനം പ്രാസം ഒപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കേൾക്കുമ്പോ ഇമ്പം ഉണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ താൻ എന്തോ വലിയ പണ്ഡിതനാണെന്ന് തോന്നാൻ വേണ്ടി അനാവശ്യമായി വാചക കസരത്തുകൾ നടത്തുന്ന കവികളായിരുന്നു ഒരു ഭൂരിഭാഗം ആളുകളും വെൺമണി കളരിയുടെ ഭാഗമായി ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കളരിയുടെ ഭാഗമായി കവിത രചിച്ച പല ആളുകളും അത്തരം രീതിയിലായിരുന്നു. അതോടൊപ്പം തന്നെ നല്ല കവിതകളും ആ ഭാഗത്തുണ്ട്. എന്നാൽ വൈലോപ്പിള്ളിയെ കുറിച്ച് പറയുമ്പോ അദ്ദേഹം എന്തില്ല, അനാവശ്യമായി ഒരു വാക്ക് പോലും അദ്ദേഹം എന്താവാറില്ല, ഉപയോഗിക്കാറില്ല. വലിയ ഏച്ചുകെട്ടലുകളോ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുന്ന രീതിയും എന്തില്ല, വൈലോപ്പിള്ളിക്കില്ല. അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ ആപേക്ഷികമായി നമുക്ക് ഒറ്റ വായനയിൽ ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നിരുന്നാൽ കൂടി മറ്റു കവികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആപേക്ഷികമായി ലളിതമായ ഭാഷയിൽ വലിയ ഊരാക്കുടുക്കുകളൊന്നുമില്ലാതെ കവിത എഴുതിയ ആളാണ് ആര്? വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. അപ്പോ അനാവശ്യ വാചക കസർത്തുക്കളില്ലാത്ത കാവ്യശൈലി, കാച്ചിക്കുറുക്കിയ കവിത എന്ന് അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ച് എം വിജയൻ എന്ന് പറയുന്ന നിരൂപകൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പിള്ളി കവിതകളെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് MN വിജയനാണ്. ആരാണ് മക്കളെ? MN വിജയൻ. അതുപോലെ എല്ലുറപ്പുള്ള കവിത എന്ന് അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ച് ആര് പറഞ്ഞിട്ടുണ്ട്? PA വാര്യർ പറഞ്ഞിട്ടുണ്ട്. PA വാര്യർ എന്ന് പറയുന്ന ഒരാൾ വൈലോപ്പിള്ളിയുടെ കവിതകളെ കുറിച്ച് പറഞ്ഞത് എല്ലുറപ്പുള്ള കവിത എന്നാണ്. അതായത് മറ്റുള്ള കവിതകളൊക്കെ കേവലം രസത്തിന് വേണ്ടി കവിത എഴുതുമ്പോൾ ഇദ്ദേഹം കുറച്ചുകൂടെ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ച് കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടെ കവിത എഴുതിയ ആളാണ് ആര്? വൈലോപ്പിള്ളി എന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ച് എല്ലുറപ്പുള്ള കവിത എന്ന് പറഞ്ഞത് PA വാര്യരാണ്. PA വാര്യർ അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? എല്ലുറപ്പുള്ള കവിത എന്നാണ്. ഓക്കെ, അത് എവിടെയാണ് പറഞ്ഞത്? ഈ കടൽ കാക്കുകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു സമാഹാരമുണ്ട്. കടൽ കാക്കുകൾ എന്ന് പറയുന്ന ഒരു സമാഹാരം വൈലോപ്പിള്ളിക്ക് ഒരു കവിതാ സമാഹാരമുണ്ട്. ആ സമാഹാരത്തിന് അവതാരിക എഴുതിയപ്പോ PA വാര്യർ പറഞ്ഞ കാര്യമാണ് എന്ത്? എല്ലുറപ്പുള്ള കവിത എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം.